അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഇന്ന് പല കുടുംബങ്ങളിലും നാം കാണുന്ന ഒന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങി നിൽക്കുക എന്നുള്ളത്. ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങി നിൽക്കും. മക്കളും ഉമ്മയും ഉപ്പയും മറ്റു കുടുംബ ബന്ധുക്കളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങി നിൽക്കുന്ന ഒരവസ്ഥ നാം കാണാറുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കണം. കുടുംബ ബന്ധങ്ങൾ മുറിച്ചവന് സ്വർഗത്തിൽ കടക്കുകയില്ല എന്ന് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണല്ലോ. അതുകൊണ്ട് തന്നെ ആ കുടുംബ ബന്ധങ്ങളൊക്കെ നമുക്ക് ഇണക്കി ചേർക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹം വർദ്ധിക്കാൻ വിശുദ്ധ ഖുർആനിലെ 2 ആയത്തുകളാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. വീഡിയോ പൂർണ്ണമായും കാണുക. ആ ആയത്തുകൾ ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കുക. വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും ദുആ വസിയത്തും കമൻ്റായി രേഖപ്പെടുത്തുക. ഒരു മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ എന്നെങ്കിലും കമൻ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ബഹുമാനപ്പെട്ട ഇമാം യാഫിഈ റളിയല്ലാഹു അൻഹു അദ്ദുറുൻ നളീം എന്ന കിതാബിൽ പറയുന്നത് നമുക്ക് കാണാം. ഭാര്യയും ഭർത്താവും അതുപോലെ തന്നെ മറ്റു കുടുംബ ബന്ധുക്കളുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ സൂറത്ത് യാസീനിലെ 8, 9 ആയത്തുകൾ ഓതുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ജഅൽനാ ഫീ അഅനാഖിഹിം അഗ്ലാലൻ فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون. ഈ 2 ആയത്തുകൾ ഓതി ദുആ ചെയ്താൽ ആരുമായാണോ നാം പിണങ്ങി നിൽക്കുന്നത് അവരുടെ മനസ്സിൽ അല്ലാഹു തആല നല്ല കൃപ നൽകുകയും അവരുമായി കൂടുതൽ അടുക്കുകയും ചെയ്യുമെന്ന് ബഹുമാനപ്പെട്ട ഇമാം യാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആരുമായാണോ പിണങ്ങി നിൽക്കുന്നത് അവരെ കരുതി അവരെ എന്നിലേക്ക് അടുപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെ നാം ഈ ആയത്തുകൾ ഓതി ആത്മാർത്ഥമായി ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് പരസ്പരം സ്നേഹം വർദ്ധിക്കാനും നല്ല സൗഹൃദം സ്ഥാപിക്കാനും ഇതിലൂടെ കാരണമാകും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.